ഇതുകൊണ്ടോ, ഇതെനിക്ക് ഇന്നലെ കിട്ടിയ ഗിഫ്റ്റാണ് കേട്ടോ. ഇത് വയനാട്ടിൽ നിന്ന് ബിൻസിയുടെ ഏഞ്ചൽ ഗാർഡൻ എന്ന് പറയുന്ന ഗാർഡനിൽ നിന്ന് എനിക്ക് കൊറിയർ വഴി അയച്ചു തന്നാണ്. ആന്തൂരിയാണ് കേട്ടോ. ഞാൻ കാണിക്കാം കേട്ടോ എന്താണെന്ന് നോക്ക്. അപ്പോൾ ഇത് ഹൈബ്രിഡ് ഉണ്ട്, അതുപോലെ തന്നെ വലിയ ഒരെണ്ണം കൂടി ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നേ. വലുതെന്ന് പറയുന്നത് ഓറഞ്ച് കളറ്, അതെനിക്ക് ഇല്ലായിരുന്നു. അപ്പോൾ അവർ നന്നായിട്ടത് പാക്ക് ചെയ്ത് നല്ല വൃത്തിയായിട്ട് തന്നിട്ടുണ്ട് കേട്ടോ. ഉണ്ടോ, 3 പൂക്കളുണ്ട്, ഉണ്ടോ, എല്ലാം നല്ല ഫ്രഷായിട്ടായിരിക്കുന്നത്. പാക്കിംഗ് ഒക്കെ വളരെ നല്ലതാണ്. ഓക്കെ, കൊള്ളാം അല്ലേ? ചെടി കണ്ടപ്പോഴേ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. നല്ല പാക്കിങ് കേട്ടോ, നന്നായിട്ട് പാക്ക് ചെയ്തിരിക്കുന്നു. ദൂരെ വരണ്ടേ, നല്ല പാക്കിങ്ങാണ്. സെലോട്ടൊക്കെ പിടിച്ച് നല്ല സൂപ്പർ. മണ്ണോടുകൂടി നല്ല ഇതായിട്ട്. എന്താ കൊള്ളാല്ലേ? എന്താ 3 പൂവുണ്ട്. അയ്യോ, കണ്ടോ, ഓഫ് വൈറ്റ്. പേര് കറക്റ്റ് അറിയത്തില്ല കേട്ടോ, എന്നാലും നല്ലത്. കണ്ടോ, എല്ലാം ഫ്രഷായിട്ട്. ഇതാ വൈറ്റ്, ഉണ്ടോ, നല്ലതായിട്ട്. വേറൊരു കളറാണ്. ഇവരുടെ ഓക്കെ, 10 പിന്നെ ഞാൻ ബിഗ് സൈസ് ഒന്നും ആ കളർ എൻ്റെ ഇല്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എനിക്കത് ഭയങ്കര ഇഷ്ടമായിട്ട് അത് ഞാൻ വാങ്ങിച്ചതാണ്. ഇരിക്കുന്നു. എവിടെ നിന്നാണ് വന്നതെന്നറിയാമോ? വയനാട്ടിൽ നിന്ന്. ഞാൻ കഴിഞ്ഞ വർഷം ഇതേ സമയത്ത് നമ്പർ എഴുതിയപ്പോൾ ഞാൻ സേവ് ചെയ്തിട്ടിരിക്കുന്ന നമ്പർ തന്നെയായിരുന്നു. അപ്പോൾ ഞാൻ കഴിഞ്ഞ, അതായത് ഞായറാഴ്ച ഞാൻ ഓർഡർ ചെയ്തു. ഒരു ചൊവ്വാഴ്ച അയക്കാമെന്ന് പറഞ്ഞു. പക്ഷേ തിങ്കളാഴ്ച തന്നെ അയച്ചു. എനിക്ക് ഇന്നലെ കിട്ടി. ഇന്നലെ DTPC കിട്ടി. ഇന്നലെ വൈകിട്ടാണ് കിട്ടിയത്. അപ്പം രാത്രി ഇപ്പോൾ പോയി എടുത്തുകൊണ്ട് വന്നത്. അപ്പോൾ അങ്ങനെ വന്ന് ഇപ്പോഴാണ് ഞാനിതിപ്പോൾ ഓപ്പൺ ചെയ്യുന്നത്. അപ്പോൾ ഇത് ഇത്രയും ഫ്രഷായിട്ട് കിട്ടിയില്ലേ, നല്ലതല്ലേ? അപ്പം ഞാൻ ഇതിൻ്റെ സാപ്ലിങ്സ്, അതായത് കിക്കീസൊക്കെ എടുത്ത് വെച്ചെങ്കിൽ എത്ര നാൾ കഴിഞ്ഞെന്നറിയാം. നമ്മളതിൻ്റെ പിന്നാലെ ഇങ്ങനെ നിൽക്കണം. ഇതും അങ്ങനെ നിൽക്കണം, പക്ഷേ നമുക്ക് അത്രയും ബുദ്ധിമുട്ടില്ല കുഞ്ഞായിട്ട് എടുക്കുന്നതിൻ്റെ അത്രയും. അപ്പം ഇതയച്ചുന്ന ഏഞ്ചൽ ഗാർഡൻ വയനാട്, അവർക്കും ഒരു ബിഗ് താങ്ക്സ്. അഭിനന്ദനങ്ങൾ. നല്ല പാക്കിങ്, നല്ല രീതിയിൽ. ഞായറാഴ്ച ഓർഡർ ചെയ്തു, തിങ്കളാഴ്ച അയക്കുമെന്ന് പറഞ്ഞു. ചൊവ്വാഴ്ച എന്ന് പറഞ്ഞ് തിങ്കളാഴ്ച. അഭിനന്ദനങ്ങൾ. കാരണം ഇതിന് നന്നായിട്ട് നമ്മൾ ഓർഡർ ചെയ്താലും നമുക്ക് പണ്ട് ഞാൻ കഴിഞ്ഞ വർഷം ഇങ്ങനെ ഒൻസീഡിയത്തിൻ്റെ ഭയങ്കര മെറൂൺ കളറൊക്കെ വെറൈറ്റിയൊക്കെ കാണിച്ചിട്ട് കഴിഞ്ഞ വർഷം ഞാൻ ഒരെണ്ണം
പിന്നെ വാങ്ങിച്ചു. ചെറിയതായിരുന്നു, പക്ഷെ ഇപ്പോഴും എൻ്റെ കയ്യിലുണ്ടത്. അതിൽ പക്ഷെ പൂവുണ്ട് കേട്ടോ. നമ്മുടെ സാധാരണ ഓർക്കിഡ് മഞ്ഞ എൻ്റെ കയ്യിലുള്ളത് തന്നെ, അത് തന്നെ ഡാൻസിങ് ഗേൾ എന്ന് പറയുന്നത്. ഇത്തിരിയുടെ വലിപ്പം, പിന്നെ കളർ അല്പം, അല്ല കളറും മഞ്ഞ തന്നെ, പക്ഷെ വലിപ്പം, പൂവിന് വലിപ്പം അല്പം കൂടി ഉണ്ടെന്നേ ഉള്ളൂ. പക്ഷെ ഞാൻ മെറൂണാണ് ഓർഡർ ചെയ്തത്. അപ്പോൾ തൈ വരുമ്പോൾ നമുക്കറിയില്ല, പൂവുണ്ടില്ലെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെയും എനിക്കൊരു ശ്രദ്ധിക്കുന്നു. പക്ഷെ എന്നാലും ഞാൻ അക്സെപ്റ്റ് ചെയ്യും. ഞാൻ അതിന് കംപ്ലയിൻസ് ഒന്നും പറയാൻ പോയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഓരോരുത്തരും അവർ അപ്പോൾ ഇവർ നല്ല, ഇപ്പോൾ ഇനിയിപ്പം എനിക്കൊരാവശ്യം വന്ന ഒരു ആന്തോര്യത്തിൻ്റെ ഞാൻ ഇവർ ഓർഡർ ചെയ്യും. കാരണം കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് അഗ്രിബിസിയിൽ നിന്ന് ഞാൻ ഓർഡർ ചെയ്തു. അപ്പോൾ അഗ്രിബിസുകാർ അവർ വളരെ നന്നായിട്ട് എനിക്ക് അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു. അപ്പം ഇനി എന്തെങ്കിലും ഇതൊക്കെ വരുമ്പോൾ നമ്മൾ അവരെയാണ് നമ്മൾ കോൺടാക്ട് ചെയ്യുന്നത്. അതുപോലെ തിരുവനന്തപുരം പോകുമ്പോൾ ഞാൻ 2 കടയുണ്ട് എനിക്ക്. ഫെല്ലോസിസിൻ്റെ ഒരു ഇതുണ്ട്, അത് ഞാൻ ഓൺലൈൻ വാങ്ങിച്ചുകൊണ്ടിരുന്നതാണ്. അവരുടെ അടുത്ത് ഓൺലൈനിൽ ഞാൻ കഴിഞ്ഞ വർഷം ഞാൻ ചോദിച്ചിരുന്നു. പിന്നെ എനിക്കൊന്നും സ്റ്റോക്കില്ല, ഞാൻ ധൈര്യം കിട്ടിയില്ല. പക്ഷെ ഇപ്പോൾ വേണമെങ്കിൽ ഞാൻ അവിടെ പോകും. അതുപോലെ നിലമേൽ അവിടെ ആ നഴ്സറിയിലും ഞാൻ കയറും. കാരണം നമുക്ക് ഇഷ്ടപ്പെട്ടു നല്ലതാണ് എന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മളത് ചെയ്യും. കാരണം അതാണ് എല്ലാത്തിലും അതിൻ്റേതായ ആത്മാർത്ഥത ഉണ്ടാവണം. മറ്റുള്ളവർക്ക് എന്ന് വെച്ചാൽ പൈസയല്ല അതിൻ്റെ അകത്ത്. നമ്മൾക്ക് ആ പൈസ വാങ്ങിച്ചിട്ട് അതിൻ്റെ എന്തായ രീതിയിൽ നമുക്ക് കിട്ടുക എന്ന് പറഞ്ഞാൽ, പൈസ എന്ന് പറഞ്ഞാൽ അവർ പറയുന്നത് എന്താ, അവരുടെ എന്തെന്ന് പറഞ്ഞാൽ, കാരണം അവർ ഇത്രയും കെയർഫുള്ളായിട്ട് ഇത്രയും ഇത് മുടക്കിയല്ലേ അവരിതെല്ലാം ഉണ്ടാക്കുന്നത്. നമ്മളൊരു ചെറിയ ചെടി ഉണ്ടാക്കുമ്പോൾ തന്നെ നമുക്കറിയില്ലേ എന്തുമാത്രം കെയർ കൊടുക്കണം. അതിൻ്റെ വളം തന്നെ കൊടുക്കുന്നത് വളരെ ശ്രദ്ധിച്ച് കൊടുത്തില്ലെങ്കിൽ അത് നഷ്ടപ്പെട്ടു പോകും. അപ്പോൾ അതുപോലെ അത്രയും കെയർ ചെയ്ത് വേണം നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട്. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ നമ്മൾ നന്നായിട്ട് തന്നെ അതിന് വെച്ചാൽ നമ്മൾ വിലയെന്ന് പറഞ്ഞിരുന്നിട്ട് വില അധികം ഒത്തിരി ഓവറായിട്ടൊന്നും വാങ്ങിക്കണമെന്നല്ല ഞാൻ പറയുന്നത്, അങ്ങനെയല്ല. അങ്ങനെയുള്ള ഓഫറുകളൊക്കെ വരുമ്പോൾ വാങ്ങിക്കുക. അപ്പം നമുക്ക് സന്തോഷം, അവർക്ക് സന്തോഷമായിരിക്കും. അറിയത്തില്ല എന്തായാലും അത് ലാഭമോ നഷ്ടമോ എന്നുള്ളതല്ല, നമ്മൾ അത് ലാഭമാകുന്നതെന്ന് പറഞ്ഞാൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ ചിന്തിക്കുന്നത് കേട്ടോ. ചിന്തിക്കുന്നത് നമ്മളതിനെ കൊണ്ടുവന്ന് വളർത്തി നമ്മളതിൽ നിന്ന് അതുപോലൊരു വണ്ണം അടുത്തത് ഉണ്ടാക്കിയെടുക്കുമ്പോഴാണ് അത് ലാഭമെന്ന് പറയാൻ പറ്റും. അല്ലെങ്കിൽ ഉമ്മ കൊണ്ട് വെച്ച് എതിരെയും പോയിട്ട് വന്നിട്ട് അയ്യോ ഞാനത് വാങ്ങിച്ചു വന്നിട്ട് കൊള്ളത്തില്ലായിരുന്നു പറഞ്ഞിട്ട് കാര്യമില്ല. ഓക്കെ, അപ്പോൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ മോഷണമൊന്നുമല്ല കേട്ടോ, സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ എനിക്കിഷ്ടപ്പെട്ടതുകൊണ്ട് ചെയ്യണേ. ഞാൻ ഓക്കെ, താങ്ക് യു. നന്ദി.